ഉപലബ്ധി സമ ജാതിയാണ്. ഉപലബ്ധി എന്നാൽ ജ്ഞാനം. ആ ജ്ഞാനത്തിന് സമത്വം കാണിക്കുക. വാദി ഉന്നയിക്കുന്ന ഹേതു കൊണ്ട് ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ജ്ഞാനം ആ ഹേതു കൂടാതെയും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹേതുവിനെ നിഷേധിക്കുക. ഇതാണ് ഉപലബ്ധി സമജാതി എന്നത്. ഇതിന്റെ ലക്ഷണസൂത്രം ഇങ്ങനെയാണ്. നിർദ്ദിഷ്ട കാരണ അഭാവേപി ഉപലംഭാത് ഉപലബ്ധി. നിർദ്ദിഷ്ട കാരണ അഭാവേപി ഉപലംഭാത് ഉപലബ്ധി സമഃ. നിർദ്ദിഷ്ട കാരണ അഭാവേ അപി. നിർദ്ദിഷ്ട കാരണ അഭാവത്തിൽ പോലും നിർദ്ദിഷ്ടം നിർദ്ദേശിക്കപ്പെട്ടത് ആരാണ് നിർദ്ദേശിക്കുന്നത്? പക്ഷി. വാദി ഉന്നയിക്കുന്ന കാരണം, കാരണം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ കാരണം, കാരണത്തെ പ്രമാണത്തെയാണ്. വാദി ഉന്നയിക്കുന്ന കാരണത്തിന്റെ അഭാവത്തിലും ആ കാരണം ഇല്ലാത്തപ്പോഴും ശബ്ദത്തിന്റെ അനിത്യത്വം കാണിക്കാൻ വേണ്ടി കൃതകത്വം എന്ന ധർമ്മം കാണിക്കുന്നു. ശബ്ദത്തിൽ കൃതകത്വം ഉണ്ട്. അതുകൊണ്ട് അനിത്യത്വവും ഉണ്ട്. കൃതകത്വത്തിനും അനിത്യത്വം തമ്മിൽ വ്യാപ്തിയുണ്ട്. കൃതകം സത്തം നശ്വരം എന്നാണ് വ്യാപ്തി. ഏതെല്ലാം കൃതകമാണോ അതെല്ലാം നശ്വരമാണ്, ഉണ്ടായതൊക്കെ നിൽക്കും. കൃതകത്വം ഉണ്ടാക്കപ്പെട്ടതായിരിക്കുക എന്ന ധർമ്മം ശബ്ദത്തിലുള്ളത് കൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണ് വാദി പറയുന്നത്. നിർദ്ദിഷ്ട കാരണം എന്ന് പറയുന്നത് അവിടെ കൃതകത്വമാണ്. ആ കാരണങ്ങൾ അനിത്യത്വവും ശബ്ദത്തിനുണ്ട്. ശബ്ദം അനിത്യമാണ് എന്ന് വാദം. നിർദ്ദിഷ്ട കാരണ അഭാവേ അപി. അങ്ങനെ പറയുമ്പോൾ ജാതിവാദിക്കുന്നു, ഈ നിങ്ങൾ പറയുന്ന കാരണം ഇല്ല എങ്കിലും ശബ്ദം അനിത്യമാണ് എന്ന അറിവുണ്ടാകും. കൃതകത്വം എന്ന കാരണം ഇല്ല എങ്കിൽ കൂടി ശബ്ദം അനിത്യമാണ് എന്ന അറിവ് ആകും. നിർദ്ദിഷ്ട കാരണ അഭാവേ അപി ഉപലംഭാത്. ഉപലംഭ എന്ന് പറഞ്ഞാൽ അറിവ്, പ്രത്യക്ഷമായ അറിവാണ് ഉപലംഭം. സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്ന പക്ഷെ ഇന്ദ്രിയ സന്നികർഷം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, ഇതിനെയാണ് ഉപലംഭം എന്ന് പറയുന്നത്. ഉപലംഭം എന്നത് പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ പേര്. ഉപലംഭാത് ഉപലബ്ധിസമ. അങ്ങനെ വാദി ഉന്നയിക്കുന്ന കാരണം ഇല്ലാത്തപ്പോഴും ശബ്ദം അനിത്യമാണ് എന്ന ജ്ഞാനം ഉണ്ടാകുന്നത് കൊണ്ട് ഉപലബ്ധി സമ, ഉപലബ്ധി സമമായിരിക്കുന്നു. ആ കാരണം ഉണ്ടെങ്കിലും ശബ്ദം അനിത്യമാണ് എന്ന ഉപലബ്ധി ഉണ്ടാകും. ആ കാരണം ഇല്ലെങ്കിലും ശബ്ദം അനിത്യമാണ് എന്ന ഉപലബ്ധി ഉണ്ടാകും. ഇതാണ് കാരണസമജാതിയുടെ താല്പര്യം. നിർദ്ദിഷ്ട കാരണ അഭാവേപി ഉപലംഭാത് ഉപലബ്ധി സമ. ഇങ്ങനെ പറഞ്ഞ് വാദിയുടെ സ്ഥാപനാഹേതുവിനെ നിഷേധിക്കുന്നതാണ് ഉപലബ്ധി സമജാതി. ഈ കാരണം അല്ലെങ്കിൽ ഹേതു, അത് ഉന്നയിക്കുന്ന ഹേതു
അനിത്യത്വജ്ഞാനം ഉണ്ടാകും. ഹേതു അപ്രസക്തമാണ്, അത് വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഖണ്ഡിക്കുന്നത്. ഇല്ലാതെ തന്നെ ഉണ്ടാകുന്നത് കൊണ്ട്, സിദ്ധിക്കുന്നത് കൊണ്ട് ഹേതുവിനെ നിഷേധിക്കുന്നു. അതാണ് ഉപലബ്ധി സമജായി. ഇപ്പൊ കാറ്റുകൊണ്ടൊക്കെ മരത്തിന്റെ കൊമ്പൊടിയുന്നു. കൊമ്പൊടിയുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു. ഈ ശബ്ദം അല്പസമയം കൊണ്ട് ഇല്ലാതെയാകുന്നത് നമ്മൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നു. ശബ്ദം കേൾക്കും, അപ്പൊ തന്നെ ആ ശബ്ദം കേൾക്കാണ്ട് പോവാം. ശബ്ദമുണ്ടെങ്കിൽ കേൾക്കുമായിരുന്നു. കേൾക്കാവുന്ന ദൂരത്തിലാണല്ലോ കൊമ്പൊടിഞ്ഞത്, അതുകൊണ്ടാണ് ആദ്യ ശബ്ദം കേട്ടത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കേൾക്കാതെയായി, നിലച്ചു എന്ന ജ്ഞാനം ഉണ്ടായി. ശബ്ദം നശ്വരമാണ്, അനിത്യമാണ് എന്ന ജ്ഞാനം ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് സാധ്യധർമ്മം, സാധ്യമായത് ശബ്ദത്തിന്റെ അനിത്യത്വമാണ് സാധിക്കേണ്ടത്. അപ്പൊ ശബ്ദത്തിൽ അനിത്യത്വം എന്ന ധർമ്മം ആണ് സാധ്യധർമ്മം. അത് ഈ ഉന്നയിക്കപ്പെട്ട ഹേതു കൂടാതെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹേതുവിനെ ഖണ്ഡിക്കുന്നു. ഇതാണ് ഉപലബ്ധി സമജായി. ഇതിനുത്തരം ഇങ്ങനെ പറയുന്നു: കാരണ അന്തരാദവിധ ധർമ്മോപപത്തെ അപ്രതിഷേധ. കാരണ അന്തരാദപി തദ്ധർമ്മോപപത്തേരപ്രതിഷേധ. കാരണ അന്തരാദപി, കാരണ അന്തരം, വേറെ കാരണം. അന്തരം എന്ന് വെച്ചാൽ വേറെ. കാരണാന്തരം എന്നാൽ വേറെ കാരണം. കാരണ അന്തരാത്, വേറെ കാരണം കൊണ്ടും, അഭി പോലും, വേറെ കാരണം കൊണ്ട് പോലും, തദ്ധർമ്മോപപത്തെ, അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ പോലുമെന്നും അതുപോലെ സമുച്ചയാർത്ഥമുണ്ട്, വേറെ കാരണം കൊണ്ടും. കാരണാന്തരാത് അഭി എന്നതിന് വേറെ കാരണം കൊണ്ടും എന്ന്. തദ്ധർമ്മ ഉപപത്തെ, ആ ധർമ്മത്തിന് ഉപപത്തി ഉള്ളത് കൊണ്ട്, സാധ്യധർമ്മത്തിന്, ശബ്ദത്തിലെ അനിത്യത്വം എന്ന ധർമ്മത്തിന് ഉപപത്തി ഉണ്ട് എന്ന് കാണിച്ചാൽ അപ്രതിഷേധ, പ്രതിഷേധം ഉണ്ടാകുന്നില്ല. വാദി ഉന്നയിച്ച ഹേതുവിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നില്ല. വേറെ കാരണം കൊണ്ടും സാധ്യം സിദ്ധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ആ സാധ്യത്തെ സാധിക്കുന്ന സദ്ഹേതുവിന്റെ നിരാസം നടക്കുന്നില്ല, അത് നിഷേധിക്കപ്പെടുന്നില്ല. ആ ഹേതു കൊണ്ടും ഈ സാധ്യം സിദ്ധിക്കുമല്ലോ. ആ ഹേതു കൊണ്ട് സാധ്യം സിദ്ധിക്കില്ല എന്ന് കാണിച്ചാൽ മാത്രമേ ഹേതുവിന് നിഷേധം ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ഈ ഹേതു കൊണ്ട് സാധ്യം സിദ്ധിക്കുന്നില്ല എന്ന് പ്രതിവാദി പറയുന്നില്ല. ഇത് ഈ ഹേതു കൂടാതെയും സാധ്യത്തിന്റെ അറിവ് ഉണ്ടാകും, ഹേതു കൂടാതെയും സാധ്യസിദ്ധി ഉണ്ടാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? ഈ ഹേതു കൊണ്ട് സിദ്ധി, ഈ ഹേതു അല്ലാത്ത വേറെ കാരണം കൊണ്ട് സിദ്ധിക്കും. വേറെ കാരണം കൊണ്ട് സിദ്ധിക്കുന്നത് കൊണ്ട് ഹേതു പ്രതിഷേധിക്കപ്പെടുന്നില്ലല്ലോ. അതാണ് അപ്രതിഷേധ എന്ന് പറയുന്നത്. പ്രതിഷേധിക്കപ്പെട്ടിട്ടില്ല, പ്രതിഷേധം ഇല്ല. കാരണാന്തരാദപി ധർമ്മോപപത്തെ അപ്രതിഷേധ. കാരണാന്തരം കൊണ്ടും വേറെ കാരണം കൊണ്ടും, കാരണം എന്ന് പറയുന്നത് ജ്ഞാപന, അറിയിക്കുന്ന പ്രമാണം. ഇവിടെ എല്ലാം പ്രവർത്തന പ്രമാണം അറിയാമല്ലോ. എന്ന കൊണ്ട് അനിത്യത്വത്തെ അനുമിക്കുന്നു. അനുമാനം പ്രമാണത്തിൽ ഇത് ഉന്നയിക്കുമ്പോഴാണല്ലോ ജാതി ഉണ്ടാവണേ. അപ്പൊ ഇതെല്ലാം അനുമാനം പ്രമാണത്തിന്റെ സന്ദർഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ
വാദി ഉന്നയിക്കുന്ന ഇതുകൊണ്ട് ശബ്ദാനിത്യത്വത്തിന്റെ അനുമതി ഉണ്ടാകും. ഈ ശബ്ദത്തിന്റെ അനിത്യത്വം എന്നവിടെ അനുമതി കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനം, അനുമാനമായ ജ്ഞാനം, അനുമതി, അത് വേറെ പ്രമാണം കൊണ്ട് ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഹേതു പ്രതിഷേധിക്കപ്പെടുന്നില്ല. സാധ്യധർമ്മത്തിന് വേറെ പ്രമാണം കൊണ്ട് ഉപപത്തി ഉണ്ടാകുന്നത് കൊണ്ട് സധേതു കൊണ്ട് ചെയ്യുന്ന അനുമാനത്തിന് നിഷേധം ഉണ്ടാകുന്നില്ല. നിഷേധം ഉണ്ടാകുന്നത് വേണം, ഹേതുവിൽ ദോഷം കാണിക്കണം. ഇത് ദുഷ്ടഹേതുവാണ്, ഇത് ഹേതു ആഭാസമാണ് എന്ന് കാണിച്ചാൽ ഹേതുവിന്റെ നിഷേധം നടക്കും. ഹേതുവല്ല, ഹേതു ആഭാസമാണ് എന്ന് കാണിക്കുന്നു. അങ്ങനെ മാത്രമേ പ്രശ്നം നടക്കുള്ളൂ. സധേതുവിനെ ഒരു വാദം കൊണ്ടും പ്രതിഷേധിക്കാൻ കഴിയില്ല. സധേതു പ്രയോഗിക്കുമ്പോൾ തന്നെ സാധ്യം സിദ്ധിച്ചു കഴിഞ്ഞു. സധേതു സാധ്യത്തെ സിദ്ധിച്ചതിന് ശേഷം മാത്രമാണ്, സാധ്യത്തെ സാധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ജാതിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത്. അപ്പോൾ വേറെ പ്രമാണം കൊണ്ടുണ്ടാകും എന്ന് പറയുന്നത് കൊണ്ട് അനുമാനത്തിന്റെ പ്രതിഷേധം നടക്കുന്നില്ല, നിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഏതെങ്കിലും പ്രമാണം കൊണ്ട് സാധിച്ചത് വേറെ പ്രമാണം കൊണ്ടും സാധിക്കാമെന്ന് കാണിച്ചാൽ ആദ്യത്തെ പ്രമാണം നിരസിക്കപ്പെടുകയില്ല. ഇനി പ്രമാണങ്ങളുടെ അഭിസംപ്ലവത്തെ നിഷേധിച്ചു എന്ന് വിചാരിക്കുക. ഈ പ്രമേയത്തിൽ ഈ പ്രമാണം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കാണിക്കുക. പ്രമാണങ്ങളുടെ അഭിസംപ്ലവവും വ്യവസ്ഥിതിയും നമ്മൾ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അഭിസംപ്ലവം, ഒരുപാട് പ്രമാണങ്ങൾ, അനേകം പ്രമാണങ്ങൾ ഒരു പ്രമേയത്തിൽ പ്രവർത്തിക്കുക, അനേകം പ്രമാണങ്ങളെ കൊണ്ട് ഒരു പ്രമേയം സിദ്ധിക്കുക, ഇതാണ് അഭിസംപ്ലവം. അതിന്റെ വിപരീതമാണ് വ്യവസ്ഥിതി. പ്രമാണം ഒരു പ്രമേയത്തിൽ വ്യവസ്ഥിതമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രമാണം കൊണ്ടും മാത്രമേ ആ പ്രമേയം സിദ്ധിക്കുകയുള്ളൂ, വേറൊരു പ്രമാണം കൊണ്ടും സിദ്ധിക്കില്ല. ഇത് കപടശാസ്ത്രങ്ങളിൽ മാത്രം കാണുന്ന വാദമാണ്. ഈ പ്രമാണം കൊണ്ട് മാത്രമേ സിദ്ധിക്കുള്ളൂ. വേദത്തിൽ പറയുന്നതൊക്കെ വേദവാക്യം കൊണ്ടേ സിദ്ധിക്കുള്ളൂ, ശബ്ദപ്രമാണം കൊണ്ട് മാത്രമേ സിദ്ധിക്കുള്ളൂ. അപ്പൊ ശബ്ദപ്രമാണം കൊണ്ട് മാത്രമേ സിദ്ധിക്കുള്ളൂ എങ്കിൽ ശബ്ദപ്രമാണം എങ്ങനെ ഉണ്ടായി? ശബ്ദപ്രമാണം എന്ന് പറയുന്നത് വാക്യത്തെയാണ്. വാക്യത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവാണോ, ജ്ഞാനത്തിൽ നിന്ന് വാക്യം ഉണ്ടാവാണോ ചെയ്യണേ? ഏതാദ്യം ഉണ്ടാവണ്ടേ? ഇല്ലാത്ത ജ്ഞാനം വാക്യത്തിൽ വരില്ലല്ലോ. ഉള്ള ജ്ഞാനമല്ലേ വാക്യം കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഒരു ജ്ഞാനം പ്രതിപാദിക്കുന്ന വാക്യമുണ്ടെങ്കിൽ ആ ജ്ഞാനം മുമ്പേ തന്നെ ഉണ്ട്. മുമ്പേ തന്നെ ഉള്ള ജ്ഞാനത്തെയാണ് വാക്യം കൊണ്ട് പ്രതിപാദിച്ചത്. അപ്പൊ ആ ജ്ഞാനം ഉണ്ടാകാൻ കാരണം ഈ വാക്യമായിരുന്നില്ല. കാരണം ആ ജ്ഞാനം ഉണ്ടാകുന്ന കാലത്ത് ഈ വാക്യമില്ല. ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ജ്ഞാനത്തെ വാക്യത്തിലാക്കിയതാണ്. അപ്പോൾ ആ ജ്ഞാനം ഉണ്ടായത് ഒന്നുകിൽ പ്രത്യക്ഷം കൊണ്ട് അല്ലെങ്കിൽ അനുമാനം കൊണ്ട്. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ഉണ്ടായ ജ്ഞാനം മാത്രമേ ശബ്ദം കൊണ്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശബ്ദപ്രമാണത്തിന് വ്യവസ്ഥിതി പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം കപടശാസ്ത്രങ്ങളാണ്. അങ്ങനെ വ്യവസ്ഥിതി പറഞ്ഞാലും വാദത്തിൽ ഖണ്ഡനം നടക്കുകയും അഭിസംപ്ലവത്തെ നിഷേധിച്ച് പ്രമാണത്തിന് വ്യവസ്ഥിതി പറഞ്ഞ് ആ പ്രമാണം കൊണ്ടാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്, അല്ലാതെ നിങ്ങൾ പറഞ്ഞ പ്രമാണം കൊണ്ടല്ല എന്ന് പറഞ്ഞാലും വ്യവസ്ഥിതി തന്നെ ശങ്കനീയമാണ്. ഒരു പ്രമേയത്തിന് ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ ലോകത്തിലില്ല.
എല്ലാ പ്രമേയങ്ങളിലേക്കും തുറന്നു കിടക്കുന്നതാണ് പ്രമേയം. പ്രത്യക്ഷം കൊണ്ടറിയാം, അനുമാനം കൊണ്ടറിയാം, ശബ്ദം കൊണ്ടും അറിയാം. ഇതാണ് സാധാരണ എല്ലാ അപ്പൊ അഭിസംപ്ലവത്തെ നിഷേധിച്ച് വ്യവസ്ഥിതി പറഞ്ഞാലും വാസ്തവത്തിൽ ഖണ്ഡനം നടക്കില്ല. വാദിയുടെ പ്രമാണം കൊണ്ട് സാധ്യം സിദ്ധിക്കുകയില്ല എന്ന് കാണിച്ചാൽ മാത്രമേ ആ വാദം പ്രതിഷേധിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ മാത്രമേ അനുമതിയുടെ ഖണ്ഡനം നടക്കുന്നുള്ളൂ, അനുമാന പ്രമാണത്തിന്റെ ഖണ്ഡനം നടക്കുന്നുള്ളൂ. അതിവിടെ നടക്കുന്നില്ല. വാദി ഉന്നയിച്ച ഏതുകൊണ്ട് സാധ്യം സിദ്ധിക്കില്ല എന്ന് കാണിക്കുന്നില്ല. അത് വേറെ പ്രമാണം കൊണ്ടും കിട്ടുന്നതാണ് കാണിക്കുന്നത്. കിട്ടിക്കോട്ടെ. അപ്പൊ അവിടെ വാസ്തവത്തിൽ എന്താ നടന്നത്? വാദി അനുമാനം കൊണ്ട് ഇത് സിദ്ധിക്കും എന്ന് പറഞ്ഞ് വാദം ഉന്നയിക്കുന്നു. അനുമാന പ്രമാണം കൊണ്ട് സാധ്യത്തെ സാധിച്ച് കാണിക്കുന്നു. ഇതാണ് വാദി ചെയ്യുന്നത്. പ്രതിവാദി ഇതിന് വേറെ പ്രമാണവും ഉണ്ട് എന്ന് പറഞ്ഞ് വേറൊരു പ്രമാണം കൊണ്ടുവന്ന് ഈ സാധ്യം തന്നെ സാധിച്ചാൽ അവിടെ ഖണ്ഡനമല്ലല്ലോ നടക്കുന്നത്. അവിടെ വാദി ഉന്നയിച്ച സാധ്യത്തിന്റെ മണ്ഡനമല്ലേ നടക്കുന്നത്. ആ പ്രമാണം കൊണ്ട് മാത്രമല്ല ഈ പ്രമാണം കൊണ്ട് സിദ്ധിക്കും എന്ന് പറയുമ്പോൾ വാദി പറയുന്ന ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. അതിന്റെ മണ്ഡനം ആണ് നടക്കുന്നത്, ഖണ്ഡനമല്ല. അതിന്റെ സമാധാനം നടക്കുന്നത്. വാദി ഉന്നയിച്ച സാധ്യത്തെ സമർത്ഥിക്കുക എന്നത് മാത്രമാണ് ഈ ജാതി ഉന്നയിക്കുന്നതിന്റെ പ്രയോജനം. ഉപലബ്ധി സമജാതി ഉന്നയിക്കുന്നതിന്റെ പ്രയോജനം. ഇങ്ങനെ ഉപലബ്ധി സമ എന്ന ജാതി. ഇനി അനുപലബ്ധി സമജാതി. ഉപലബ്ധിയുടെ വിപരീതമാണ് അനുപലബ്ധി. ഉപലബ്ധിയോട് അന് എന്ന നഞ്ഞ് പ്രത്യയം ചേർത്തു. അന് ഉപലബ്ധി, അനുപലബ്ധി. ഉപലബ്ധി ഇല്ലായിക, അറിവ് ഉണ്ടാവായിക, അറിയാൻ പറ്റായിക. ഇതാണ് അനുപലബ്ധി. അനുപലബ്ധിവാദം ഇവിടെ പറയുന്നത് ഉച്ചരിക്കുന്നതിന് മുൻപ് കേൾക്കാത്ത ശബ്ദമില്ല എന്ന് പറഞ്ഞുകൂടാ. ശബ്ദത്തിന് ഉത്പത്തി ഉണ്ടെന്ന് കാണിച്ചിട്ടാണല്ലോ കൃതകത്വം അല്ലെങ്കിൽ പ്രയത്ന അനന്തരീകത്വം കാണിച്ചിട്ടാണല്ലോ അനിത്യത്വം പറയുന്നത്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയണം, ഉച്ചരിക്കുന്നതിന് മുൻപ് കേൾക്കാത്ത ശബ്ദം ഇല്ലെന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ടാ പറഞ്ഞുകൂടാത്തത്? മുമ്പേ ഉള്ള ശബ്ദം, ഉച്ചരിക്കുന്നതിന് മുമ്പേ തന്നെ ഉള്ള ശബ്ദം ആവരണമുള്ളത് കൊണ്ട് അറിയാൻ കഴിയാത്തതാണ്. ശബ്ദത്തിന് ആവരണമുണ്ട്, അതുകൊണ്ട് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ശബ്ദം ഇല്ലാത്തതുകൊണ്ട് കേൾക്കാത്തതല്ല, ഉള്ള ശബ്ദത്തിന് ആവരണം ഉള്ളത് കൊണ്ട് കേൾക്കാത്തതാണ്. ആവരണം വെച്ചാൽ മൂടല്, മറയ്ക്കല്, മറ ആണ് ആവരണം. വെള്ളം മറഞ്ഞിരിക്കുന്നു, വെള്ളം മൂടി വെച്ചിരിക്കുന്നു. വെള്ളം മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ വെള്ളത്തിന്റെ മൂടി കാണാൻ സാധിക്കും. വെള്ളത്തിന്റെ മൂടി കാണാൻ ഉണ്ടാവുന്നില്ല. വെള്ളം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കാണാതിരിക്കുകയും അതേ സമയത്ത് ആ വെള്ളത്തിന്റെ മൂടി, ആവരണം കാണുകയും ചെയ്യുന്നു. വെള്ളം മാത്രമേ കാണാതിരിക്കുള്ളൂ, ആവരണം കാണാതിരിക്കില്ല. പ്രതിവാദി പറയും ശബ്ദത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ശബ്ദത്തിന്റെ ആവരണത്തെ നമുക്ക് അറിയാൻ കഴിയില്ല എന്നാണ്. ശബ്ദത്തിന്റെ
ആവരണത്തെ അറിയാൻ കഴിയില്ല. ഈ ആവരണത്തിന്റെ അനുപലബ്ധി ആണ് ഉള്ളത്. അനുപലബ്ധി അറിയുക, ഉപലബ്ധിയുടെ വിപരീതം അനുപലബ്ധി. ഇങ്ങനെ ആവരണത്തിന്റെ അനുപലബ്ധിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇത് മിഥ്യാവാദമാണ്. ഇത് ശാസ്ത്രദൃഷ്ടിയ സാധുവായ വാദം അല്ല. ആവരണം ഉണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് പ്രമാണം ഉണ്ടാകും. ആവരണം ഉണ്ടെങ്കിൽ ആവരണമുണ്ട് എന്നതിന് പ്രമാണവും കാണും. ആ പ്രമാണം കൊണ്ട് ആവരണമുണ്ട് എന്ന് അറിയുകയും ചെയ്യും. ഇല്ല എന്നറിയിക്കുന്ന പ്രമാണമാണ് അനുപലബ്ധി. പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ഉള്ളവയൊക്കെ ഉള്ളതുപോലെ അറിയപ്പെടുന്നു. അങ്ങനെയുള്ള പ്രമാണ പരീക്ഷയിൽ ഏത് ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ലയോ അതിനാണ് അനുപലബ്ധി പറയുക. പ്രമാണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഉള്ളത് ഉള്ളതുപോലെ കാണപ്പെടുന്നു, ഇല്ലാത്തത് ഇല്ല എന്നും കാണുന്നു. ഇല്ല എന്ന അനുഭവത്തെയാണ് അനുപലബ്ധി എന്ന് വിളിക്കുന്നത്. ഇതില്ല. എന്തുകൊണ്ട്? പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അത് കാണുന്നില്ല, അതുകൊണ്ടതില്ല. ഇതാണ് അനുപലബ്ധിയുടെ പ്രവർത്തനം. അനുപലബ്ധി കൊണ്ട് ഉള്ളത് അറിയപ്പെടാതിരിക്കുന്നു എന്ന് പറയുന്നത് നിരർത്ഥകമായ വാദമാണ്. ഇല്ലാത്തതില്ല എന്നറിയുന്നതാണ് അനുപലബ്ധി, ഉള്ളത് അറിയാതിരിക്കുന്നതല്ല. അങ്ങനെ അനുപലബ്ധി പ്രമാണം ഇല്ല. ഉള്ളത് അറിയപ്പെടാതെ ഇരിക്കുന്നു എന്ന വാദം നിരർത്ഥകമാണ്. അറിയപ്പെടാത്തത് കൊണ്ട് ആവരണം ഇല്ല എന്നും ശബ്ദം ഇല്ലാഞ്ഞത് കൊണ്ട് കേൾക്കാഞ്ഞത്, ഉച്ചാരണത്തിന് മുൻപ് ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് കേൾക്കാഞ്ഞത്, അല്ലാതെ ശബ്ദമുണ്ട്, ശബ്ദത്തിന് ആവരണമുണ്ട്, ആവരണം ഉള്ളത് കൊണ്ട് ഉള്ള ശബ്ദം കേൾക്കാതിരുന്നതല്ല. ഇനി ആവരണം നീങ്ങിയിട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു വികടമുണ്ട്. ആവരണമുണ്ട് അതുകൊണ്ട് കേൾക്കുന്നില്ല, ആവരണം നീങ്ങിയപ്പോൾ കേട്ടതാണെന്ന് പറഞ്ഞാൽ ആവരണം നീങ്ങാനും കാരണം വേണം. നിർനിമിത്തമായിട്ട് ആവരണം നീങ്ങി പോവില്ല വാസ്തവത്തിലുള്ള ആവരണമാണെങ്കിൽ. ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരു നീക്കണം, നീങ്ങാനൊരു കാരണം വേണം. അങ്ങനെ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ആവരണം നീങ്ങിപ്പോകുന്നതിന്റെ കാരണവും കാണിക്കാൻ കഴിയില്ല. ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദത്തിന്റെ ആവരണം നീങ്ങുന്നുണ്ട് എന്ന് ആർക്കും കാണിക്കാൻ കഴിഞ്ഞില്ല. ആവരണം ഉണ്ട് എന്ന് പറയാൻ കാരണമില്ല, ആവരണം നീങ്ങുന്നു എന്ന് പറയാനും കാരണമില്ല. ഇത് രണ്ടും അബദ്ധവാദമാണ്. ഇത് നിലനിൽക്കത്തക്കതല്ല എന്നാണ് ഇതിനുള്ള മറുപടി. ഇപ്പൊ ശബ്ദം ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകുന്നു, ഉൽപ്പന്നമാകുന്നു. ഉൽപ്പത്തിക്ക് മുൻപ് ഇല്ലാതിരുന്ന ശബ്ദം ഉൽപ്പന്നമാവുക തന്നെയാണ് ചെയ്യുന്നത് എന്നതാണ് വസ്തുത. ഈ ജാതിയുടെ ലക്ഷണം, അനുപലബ്ധി സമജാതിയുടെ ലക്ഷണം പറയുന്ന സൂത്രം, തദനുപലബ്ധേ അനുപലംബാദ് അഭാവസിദ്ധൗ തദ് വിപരീതോപത്തേരനുപലബ്ധി സമ. തദനുപലബ്ധേ, അതിൻ്റെ എന്ന് പറഞ്ഞത് ഇവിടെ ആവരണത്തിന്റെ താല്പര്യത്തിലാണ്. അതിൻ്റെ ആവരണത്തിന്റെ അനുപലബ്ധി ഹേതുവായിട്ട്
ആവരണമുണ്ട് എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് അനുപലംഭാത് അഭാവസിദ്ധവും. അനുപലംഭം, ഉപലംഭത്തിന്റെ വിപരീതമാണ് അനുപലംഭം. ഉപലംഭം അറിവാണ്, അനുപലംഭം അറിയായികയാണ്. അനുപലംഭാത് അറിയപ്പെടാത്തതുകൊണ്ട് അഭാവം കിട്ടുന്നു, അതില്ല എന്ന് അറിയുന്നു. അനുപലംഭാത് അഭാവ, അറിയപ്പെടാത്തത് കൊണ്ട് ഇല്ലെന്ന് കിട്ടുമ്പോൾ അത് വിപരീത ഉപപത്തേ, അതിന്റെ വിപരീതം ഉപപന്നമായതുകൊണ്ട്. എന്താണ് വിപരീതം? ഉണ്ടായിട്ടും അറിയാത്തതാണ് എന്നതാണ് അതിന്റെ വിപരീതം. ഇല്ലാത്തത് കൊണ്ട് അറിയാത്തതാണ് എന്ന് പറയുന്നതിന്റെ വിപരീതമാണ് ഉണ്ടായിട്ടും അത് അനുപലബ്ധി കൊണ്ട് അറിയപ്പെടാത്തതാണ് എന്ന വാദം. അങ്ങനെ ആവരണം ഉണ്ടായിട്ടും അനുപലബ്ധി മൂലം അതിനെ അറിയാത്തതാണ് എന്ന് വിചാരിക്കുന്നതും യുക്തമാകയാൽ അതിന് ഉപപത്തി ഉള്ളതുകൊണ്ട്. ശബ്ദം ഉണ്ടായിട്ടും ആവരണമുള്ളതുകൊണ്ട് അറിയാത്തതാണ് എന്ന് പറഞ്ഞ് അനിത്യത്വത്തെ എതിർക്കുന്നതാണ് അനുപലബ്ധി സമ ജാതി. ഇതിനുത്തരം അനുലംഭാത് അനുപലംഭാത് അനുപലംബാത്മകത്വാത് അനുപലബ്ധേരഹേതു. അനുപലംബാത്മകത്വാത്, അനുലംബകത്വ സ്വരൂപം ആയതുകൊണ്ട്. ആത്മാ എന്നതിന് സ്വരൂപം എന്നർത്ഥം. അനുപലംബാത്മകം, അനുലംബ സ്വരൂപം ആയത്, അനുപലംബ സ്വരൂപം ആയത്. അതുകൊണ്ട് അനുപലബ്ധേ അഹേതു, അനുപലബ്ധിക്ക് ഹേതുത്വമില്ല, അത് അഹേതുവാണ്. അനുപലബ്ധേ അനുപലംബാത്മകത്വ, അനുപലബ്ധിയുടെ അനുപലംബ സ്വരൂപത്വം കാരണമായിട്ട്, അറിയായിക എന്ന സ്വരൂപം മൂലം. അഹേതു, ഹേതു അല്ലാത്തത്. അറിയാതിരിക്കുക എന്നതാണ് അനുപലബ്ധിയുടെ സ്വരൂപം. പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ഉള്ളതുപോലെ ഏത് അറിയപ്പെടുന്നില്ലയോ അതില്ല എന്ന് അറിയുന്നു. ആ ഇല്ലെന്നുള്ള അറിവാണ് അനുപലബ്ധി. ചില ശാസ്ത്രങ്ങൾ അഭാവ അനുഭവത്തിന്റെ അസാധാരണ കാരണമായിട്ട് അനുപലബ്ധി എന്ന പ്രമാണം പറയുന്നു. വേദാന്തം ഉദാഹരണത്തിൽ അല്ല, അനുപലബ്ധി എന്നൊരു പ്രമാണം തന്നെ ഉണ്ട്. ആവരണം അറിയപ്പെടാത്തത് കൊണ്ടില്ല എന്ന ആവരണത്തിന്റെ അനുപലബ്ധി. ഉണ്ടെങ്കിൽ അറിയപ്പെടുമായിരുന്നു, അറിയപ്പെടാന്ന് ആവരണത്തിന്റെ മാണ്. ആവരണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രമാണം അതിനെ അറിയാൻ കഴിയുമായിരുന്നു. അങ്ങനെ അറിയാൻ കഴിയാത്തത് കൊണ്ട് ആവരണം ഇല്ല എന്നാണ് നേരെ കിട്ടുന്ന അർത്ഥം. ഉള്ളത് ഉപലബ്ധിക്ക് വിഷയമാകുന്നു, ഉപലബ്ധി ഉള്ളത് വിഷയമാകുന്നുണ്ട് എന്ന് അറിയുന്നു. ഇല്ലത് അനുപലബ്ധിക്ക് വിഷയമാകും എന്നാണ് അനുപലബ്ധി. അത് അല്ല എന്നും പറയുന്നു. ഉള്ളത് അനുപലബ്ധി അറിയപ്പെടാത്തതാണ്, അതും നിരർത്ഥകമാണ്. ഇല്ല എന്ന അറിവാണ് അനുപലബ്ധി. ഉള്ളതിനെ അനുപലബ്ധി കൊണ്ട് അറിയാതെ ഇരിക്കും നിരർത്ഥകമാണ്. അത് ശാസ്ത്രവിരുദ്ധമാണ്, യുക്തിവിരുദ്ധമാണ്. പാവമുണ്ട് അത് അറിവിന് വിഷയമാകുമായിരുന്നു എന്ന് തീർച്ച. ഇനി അതിനെ തുടർന്ന് വാദിക്കുന്നു, ധനം തുടരുന്നു. ഭാവാഭാവസംവേദനാത് അധ്യാത്മം ജ്ഞാനവികൽപ്പാനാം ച, ജ്ഞാനവികൽപ്പങ്ങൾ ജ്ഞാനഭേദങ്ങൾ
പലതരം അറിവുകൾ, പല പ്രകാരത്തിലുള്ള അറിവുകളുടെ ഭാവാഭാവ സംവേദനാത്, ഭാവം ഉണ്ടായിരിക്കുക എന്നത് ഉണ്മ, അഭാവം ഇല്ലായ്ക. പലതരം ജനങ്ങളുടെ ഭാവവും അഭാവവും ഉണ്മയും ഇല്ലായ്മയും സംവേദനാത്, അതിൻ്റെ സംവേദനം ഉള്ളതുകൊണ്ട്, അതിൻ്റെ അറിവുണ്ടാകുന്നതുകൊണ്ട് അധ്യാത്മം എന്ന് പറയുന്നത് നമുക്ക് തനിയെ ഉണ്ടാകുന്ന ജ്ഞാനമാണ്. പ്രമാണ പരീക്ഷ ചെയ്തിട്ടല്ലാതെ അകത്തെ ജ്ഞാനം ഉദിച്ചു വരുന്നു. അതാണ് അധ്യാത്മജ്ഞാനം. ഉദാഹരണത്തിന് സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പ്രമാണ പരീക്ഷ ചെയ്ത് നോക്കില്ല. കാരണം ഒരു പ്രമാണ പരീക്ഷ കൂടാതെ എനിക്കറിയാം സംശയമുണ്ട്. ആ സംശയമുണ്ട് എന്നതും എൻ്റെ പ്രത്യക്ഷമായ അറിവാണ്, അത് അനുഭവമാണ്, സാക്ഷാത്കാരമാണ്. എനിക്ക് സംശയമുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് സംശയമില്ല എന്നതും പ്രത്യക്ഷമാണ്, അനുഭൂതിയാണ്, അനുഭവമാണ്, സാക്ഷാത്കാരമാണ്, സാക്ഷാത്കൃതിയാണ്. സിദ്ധമായ അറിവ്. ഇങ്ങനെ അനുമാനം, ശബ്ദം, പ്രമാണത്തെ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനങ്ങൾ, ആ ജ്ഞാനങ്ങളുടെ ഓർമ്മ ഇത് എല്ലാവർക്കും എനിക്കുണ്ടോ ഇല്ലയോ എന്നറിയാം. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം മുതലായ പ്രമാണങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അറിവുകളെ സംബന്ധിച്ചും ആ അറിവ് തനിക്കുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും സ്വതേ അറിയാം. എന്നൊരു പ്രമാണ പരീക്ഷ ചെയ്യണ്ട. ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും എല്ലാവർക്കും സ്വതേ അറിയാം. അതുപോലെ തന്നെ അവ ഓർമ്മയുണ്ടോ, ഞാൻ പണ്ട് പഠിച്ചതാണ്, എനിക്കിപ്പോ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ഒന്ന് പ്രമാണ പരീക്ഷ ചെയ്ത് നോക്കട്ടെ എന്ന് ആരും പറയാറില്ല. ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നതും സ്വതസിദ്ധമായ ജ്ഞാനമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ പണ്ട് പഠിച്ചതായിരുന്നു, പക്ഷെ ഇതിപ്പം മറന്നുപോയി എങ്കിൽ പണ്ട് പഠിച്ചിരുന്നു ഇപ്പോൾ മറന്നുപോയി എന്ന ജ്ഞാനവും എനിക്ക് സ്വതേ ഉണ്ട്. ഇതറിയാൻ ഒരു പ്രമാണവും വേണ്ട. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനത്തെയാണ് അധ്യാത്മം എന്ന്. ഇത് ജ്ഞാനവികല്പ എല്ലാ ജ്ഞാനങ്ങൾക്കും, പലതരത്തിലുള്ള ജ്ഞാനങ്ങൾക്ക് ആ ജ്ഞാനങ്ങളുടെ ഉണ്മയെയും ഇല്ലായ്മയെയും എല്ലാം സംബന്ധിച്ച് ഈ അധ്യാത്മം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എന്താണ്, ആവരണമില്ല എന്ന ജ്ഞാനവും ഇങ്ങനെ സ്വതസിദ്ധമായിട്ടുണ്ടാവുന്നതാണ്. ശബ്ദത്തിന് ആവരണമില്ല എന്ന ജ്ഞാനവും പ്രമാണ പരീക്ഷ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആവരണമില്ല എന്നത് സ്വതസിദ്ധമായിട്ട് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഈ സംശയം ഉണ്ടോ ഇല്ലയോ, ആദ്യ പ്രമാണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം എനിക്കുണ്ടോ ഇല്ലയോ, അതിന്റെ ഓർമ്മ എനിക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെയാണോ സ്വതസിദ്ധമായിട്ട് അറിയുന്നത്, അതുപോലെ ശബ്ദത്തിന് ആവരണം ഉണ്ടെങ്കിൽ അതിനെയും അറിയാൻ കഴിഞ്ഞേനെ. പ്രമാണങ്ങൾ ഉണ്ടാവും, ആ പ്രമാണം കൊണ്ട് അറിയാം. പിന്നെ പ്രമാണമില്ലാതെ അധ്യാത്മം കൊണ്ടും അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു വഴിക്കും അറിയുന്നില്ല. ശബ്ദത്തിന് ആവരണം ആവരണം ഇല്ല. ശബ്ദം കേൾക്കാത്തത് ശബ്ദം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഉണ്ടാകുമ്പോൾ കേൾക്കുകയുള്ളൂ ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്ന വാദം സ്ഥിരമായിട്ട് നിൽക്കുന്നു. അതിന് ഒരിളക്കം വന്നിട്ടുന്നില്ല. അനിത്യസമജാതി, അനിത്യസമജാതി, അനിത്യസമജാതിയുടെ ലക്ഷണം സാധർമ്മ്യ തുല്യധർമ്മ ഉപപത്തെ സർവാനിത്യത്വ പ്രസംഗാത് അനിത്യസമ. സാധർമ്മ്യ തുല്യധർമ്മ ഉപപത്തെ,
തുല്യധർമ്മ ഉപപത്തേ സർവാനിത്യത്വ പ്രസംഗാത് അനിത്യസമ സാധർമ്യാത് സാധർമ്യം കൊണ്ട് തുല്യധർമ്മോപപത്തേ തുല്യധർമ്മത്തിന് ഉപപത്തി ഉണ്ടാകുമെങ്കിൽ സാധർമ്യം കൊണ്ട് തുല്യധർമ്മത്തിന് ഉപപത്തി ഉണ്ടാകുമെങ്കിൽ ശബ്ദത്തിന് ഘടത്തോടുള്ള കുടത്തോടുള്ള സാധർമ്യമാണ് കൃതകത്വം. സംഗ്രഹമാണ് ശബ്ദവും കൃതകമാണ്. ഒരേ ധർമ്മം, സമാനമായ ധർമ്മം ശബ്ദത്തിലും കുടത്തിലും ഉണ്ട്. ഇതാണ് ശബ്ദത്തിന് ഘടത്തോടുള്ള സാധർമ്യം. ഈ സാധർമ്യം കൊണ്ട് രണ്ടിനും തുല്യമായ വേറൊരു ധർമ്മം സിദ്ധിക്കുന്നു. അതാണ് അനിത്യത്വം. കൃതകമായ കുടം അനിത്യമാണ്, അതുപോലെ കൃതകമായ ശബ്ദവും അനിത്യമാണ് എന്ന് സാധർമ്യം കൊണ്ട് ഒരു സാധനം വേറൊരു സാധർമ്യം സിദ്ധിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യാപ്തിയുള്ളത് കൊണ്ടാണ് സിദ്ധിക്കുന്നത്. രണ്ട് ധർമ്മങ്ങൾ തമ്മിൽ വ്യാപ്തി ഉണ്ടോ? കൃതകത്വം ഉണ്ടോ? അനിത്യത്വം ഉണ്ട്. കൃതം ഉണ്ടായിട്ട് അനിത്യത്വം ഇല്ലാതിരിക്കാൻ പറ്റില്ല, കാരണം അവയ്ക്ക് തമ്മിൽ വ്യാപ്തി ഉണ്ടാവും. തുല്യധർമ്മ സാധർമ്യം കൊണ്ട് തുല്യധർമ്മ ഉപപത്തി ഇങ്ങനെയാണ്. അങ്ങനെ ഉപപത്തി ഉണ്ടാകുമെങ്കിൽ സർവാനിത്യത്വ പ്രസംഗാത് സർവാനിത്യത്വം വരും എന്ന് കാണിച്ചു. അതാണ് അനിത്യസമ എന്ന ജാതി. കൃതകത്വം കൊണ്ട് ധർമ്മമാകയാൽ ശബ്ദത്തിൽ കുടത്തിന്റെ അനിത്യത്വവും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടത്തിൽ പ്രമേയത്വം എന്നൊരു ധർമ്മമുണ്ട്. കുടം പ്രമേയമാണ്, അറിയാൻ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നതാണ് പ്രമേയം. അപ്പൊ അറിവിന് വിഷയമാവുക, പ്രമാണത്തിന് വിഷയമാവുക എന്ന ധർമ്മം കുടത്തിലുണ്ട്. അതാണ് പ്രമേയത്വം. പ്രമേയത്വം എന്ന ധർമ്മം കുടത്തിലുള്ളതുപോലെ ജഗത്തിലുള്ള സകാരാർത്ഥങ്ങളിലുണ്ട്. പ്രമേയത്വം ഇല്ലാത്തതില്ല. പ്രമേയത്വം എന്ന ധർമ്മമുണ്ട്. ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും കുടം പോലെയാണ്. കുടത്തിനോട് സാധർമ്യം ജഗത്തിലെ സകല പദാർത്ഥങ്ങൾക്കുണ്ട്. സമാന ധർമ്മം കുടത്തിലും എല്ലാ പദാർത്ഥങ്ങളിലും ുള്ള ധർമ്മം പ്രമേയത്വം. അപ്പൊ ജഗത്തിലെ സകല പദാർത്ഥങ്ങളും പോലെ പ്രമേയത്വം ഉള്ളതാണ്. അതുകൊണ്ട് കുടം പോലെ അനിത്യത്വവും ഉള്ളതാണ് എന്ന് പറയാമല്ലോ എന്നാണ് ആദിവാദി ഉന്നയിക്കുന്ന പക്ഷം. ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞാലോ? അങ്ങനെ സാധാരണമുണ്ട്. എല്ലാ പദാർത്ഥങ്ങളും അനിത്യാവണമെന്നില്ല എന്ന് പറഞ്ഞു. അനിത്യാവണം, ശബ്ദം അനിത്യാവണമെന്നില്ല. ഇങ്ങനെ സർവം കാണിക്കണം. കുടം പോലെ പ്രമേയം ആയതുകൊണ്ട് കുടം പോലെ നശ്വരമാണ് എല്ലാ പദാർത്ഥങ്ങളും. കുടം പോലെ അനിത്യമാണ് എല്ലാ പദാർത്ഥങ്ങളും എന്ന് കാണിച്ച് എതിർക്കുന്നതാണ് അനിത്യസമജാതി. ഇതിനുത്തരം സാധർമ്യാത് അസിദ്ധേ പ്രതിഷേധ അസിദ്ധി പ്രതിഷേധ്യ സാധർമ്യാച്ച. സാധർമ്യാത് അസിദ്ധേ സാധർമ്യം ഉള്ളതുകൊണ്ട് കുടം പോലെ അനിത്യമാണ് ശബ്ദമെന്ന് സിദ്ധിക്കുകയില്ല എങ്കിൽ, ആദിവാദിയുടെ പക്ഷം ആണ് പറയുന്നത്. സാധർമ്യം കൊണ്ട് കുടത്തിലുള്ള അനിത്യത്വം എന്ന ധർമ്മം ശബ്ദത്തിൽ ഉണ്ടാകണമെന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ, അതായത് ഘടസാധർമ്യം കൊണ്ട് ഘടം പോലെ അനിത്യമാണ് ശബ്ദമെന്ന് കിട്ടുകയില്ല എങ്കിൽ പ്രതിഷേധ അസിദ്ധി പ്രതിഷേധം സിദ്ധിക്കുകയില്ല.
എന്തുകൊണ്ട്? പ്രതിഷേധ്യ സാധർമ്യാച്ച, പ്രതിഷേധിക്കപ്പെടേണ്ട പക്ഷത്തോടുള്ള സാധർമ്യം കൊണ്ട്. ഈ സാധർമ്യം കൊണ്ട് അനിത്യം സിദ്ധിത്വം സിദ്ധിക്കുന്നു എന്ന് വാദി എങ്ങനെയാണോ പറഞ്ഞത്, അതേ പ്രകാരത്തിലാണ് പ്രതിവാദിയും പ്രതിവാദം ഉന്നയിക്കുന്നത്. വാദി പക്ഷ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പ്രതിജ്ഞ ഹേതു ഉദാഹരണം നിഗമനം എന്ന 5 അവയവങ്ങൾ വാക്യം ഉപയോഗിച്ച്, പഞ്ചാവയവ വാക്യം ഉപയോഗിച്ചിട്ടാണ് അനുമതിയുടെ കേൾക്കുന്നവരിൽ ഉണ്ടാകുന്നത്. പരാർത്ഥ അനുമതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. പരാർത്ഥ അനുമതി, പഞ്ചാവയവ വാക്യമാണ് പരാർത്ഥ അനുമതി. തനിക്ക് അനുമതി ഉണ്ടായ ആള് ഈ അനുമതി വേറൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി പഞ്ചാവയവം പ്രയോഗിക്കും. പഞ്ചാവയവങ്ങള് പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം. ഈ പഞ്ചാവയവങ്ങൾ പ്രയോഗിച്ച് വാദി ഒരു സാധ്യം ഉണ്ട് എന്നാകുന്നു. അസാധ്യത്തിന്റെ അനുമതിയും മറ്റുള്ളവരിൽ ഉണ്ടാകുന്നു. പരാർത്ഥാനുമതി. അതിനെ ഖണ്ഡിക്കാൻ വരുന്ന വാദി, അവിടെ ജാതിവാദി എന്താണ് ചെയ്യുന്നത്? ജാതിവാദിയും ഇത് തന്നെയാണ്, വേറെ വഴിയില്ല ജാതിവാദിക്ക്. ഇതേ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം എന്ന 5 അവയവങ്ങളുള്ള വാക്യം പ്രയോഗിച്ചിട്ട് വേണം പ്രതിവാദിക്കും ഈ ജ്ഞാനം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ, താൻ ഉദ്ദേശിക്കുന്ന ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ. അങ്ങനെ ഈ പക്ഷം പ്രതിപക്ഷത്തിനും തമ്മിൽ ഒരു സാധർമ്യമുണ്ട്. പഞ്ചാവയവ വാക്യങ്ങളാണ്. ഈ പഞ്ചാവയവ വാക്യം പ്രയോഗിച്ചാൽ സാധ്യം സിദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പക്ഷി ഉന്നയിച്ച പഞ്ചാവയവ വാക്യം കൊണ്ട് സാധ്യം സിദ്ധിക്കാത്തതുപോലെ പ്രതിപക്ഷിയുടെ ജാതിവാദി ഉന്നയിക്കുന്ന പഞ്ചാവയവ വാക്യം കൊണ്ടും സാധ്യം സിദ്ധിക്കുകയില്ല എന്ന് തീർച്ചയാണല്ലോ. കാരണം ഇത് തമ്മിൽ സാദൃശ്യം, രണ്ടും ഒരുപോലെയാണ്. വാദി ഉന്നയിക്കുന്ന പഞ്ചാവയവ വാക്യം കൊണ്ട് സാധ്യം സിദ്ധിക്കുകയില്ലെങ്കിൽ പ്രതിവാദി ഉന്നയിക്കുന്ന പഞ്ചാവയവ വാക്യം കൊണ്ട് സാധ്യം സിദ്ധിക്കില്ല. പ്രതിവാദിയുടെ പക്ഷവും സിദ്ധിക്കുകയില്ല. സാധർമ്യം കൊണ്ട് സാധ്യസിദ്ധി ഉണ്ടാവില്ല എന്ന കാരണത്താൽ പ്രതിവാദിയുടെ പക്ഷവും സിദ്ധിക്കില്ല. ദൃഷ്ടാന്തേജ സാധ്യസാധന ഭാവേന പ്രജ്ഞാതസ്യ ധർമ്മസ്യ ഹേതുത്വാത് തസ്യ ഉഭയഥാഭാവാത് ന വിശേഷഃ എന്ന് ഉത്തരം തുടങ്ങുന്നു. ദൃഷ്ടാന്തേജ, ദൃഷ്ടാന്തത്തിലാകട്ടെ, സാധ്യസാധന ഭാവേന പ്രജ്ഞാതസ്യ ധർമ്മസ്യ, സാധ്യസാധന ഭാവേന, സാധ്യത്തിന്റെ സാധനം എന്ന നിലയ്ക്ക് അറിയപ്പെട്ട, സാധ്യസാധന ഭാവേന പ്രജ്ഞാതസ്യ, സാധ്യത്തിന്റെ സാധനം എന്ന നിലയ്ക്ക് അറിയപ്പെട്ട ധർമ്മസ്യ, ധർമ്മത്തിന്റെ ഹേതുത്വാത്, ഹേതുത്വം മൂലവും തസ്യ ഉഭയഥാഭാവാത്, അതിൻ്റെ 2 വിധത്തിലുള്ള ഇരിപ്പ് കൊണ്ടും, ആ സാധ്യത്തിന്റെ സാധനം 2 വിധത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, സാധനത്തിന്റെ 2 വിധത്തിലുള്ള ഇരിപ്പ് മൂലം. എന്താണ് 2 വിധത്തിലുള്ള ഇരിപ്പ്? അന്വയം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നത് ഒരു ഇരിപ്പ്, വ്യതിരേകം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നത് രണ്ടാമത്തെ ഇരിപ്പ്. 2 വിധത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്
അന്വയം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നതായും വ്യതിരേകം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നതായും ഇരിക്കുന്നു. അത് അപ്പോ ഇങ്ങനെ രണ്ട് വിധത്തിൽ സാധ്യതയുന്നത് കൊണ്ട് ചിലയിടത്ത് സമാനയിടത്ത് വിശിഷ്ടമായും കാണും, ചിലയിടത്ത് സമാന ധർമ്മമായിരിക്കും. ദൃഷ്ടാന്തത്തിലെ ധർമ്മം തന്നെ സാധ്യത്തിലെ ധർമ്മം. അപ്പൊ ദൃഷ്ടാന്തം പോലെയാണ് സാധ്യം എന്ന് പറഞ്ഞ് സാധ്യത്തിന്റെ സ്വരൂപം ബോധിപ്പിക്കുന്നു. ഇതാണ് അന്വയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അന്വയ ദൃഷ്ടാന്തമാണ്. ഏതോ അന്വയം കൊണ്ടാണ് അവിടെ സാധ്യത്തെ സാധിക്കുന്നത്. ഇനി വിശേഷം ഭേദം ഉള്ളിടത്ത് അവിടെ എന്താണ്? സിദ്ധാന്തം പോലെ അല്ല ദൃഷ്ടാന്തം. രണ്ടും തമ്മിൽ വ്യത്യാസം. ദൃഷ്ടാന്തം സിദ്ധാന്തം പോലെ അല്ല എന്നാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ധർമ്മം, ഈ ധർമ്മം ദൃഷ്ടാന്തത്തിലുള്ളതുപോലെ സിദ്ധാന്തത്തിൽ ഇല്ല. അതുകൊണ്ട് മറ്റേ ധർമ്മവും സാധ്യമായ ധർമ്മവും ദൃഷ്ടാന്തത്തിലെ പോലെ സിദ്ധാന്തത്തിൽ ഇല്ല എന്ന് കാണിക്കുന്നു. ഇതാണ് വ്യതിരേക ദൃഷ്ടാന്തം. ഇങ്ങനെ അന്വയം കൊണ്ടും സാധ്യത്തെ സാധിക്കുന്നതിനെയാണ് രണ്ട് വിധത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ വൈധർമ്മ്യം കൊണ്ടോ സാധർമ്മ്യം കൊണ്ടോ സാധിക്കുന്നതായിട്ട് വരുന്നു ഈ സാധനം. രണ്ടു വിധത്തിലും ഹേതുത്വമുണ്ട്. ഹേതുത്വം എന്നത് ഹേതുവിന്റെ ഭാവം ഹേതുത്വം. ഈ സാധനത്തെയാണ് ഹേതു എന്ന് പറയുന്നത്. സാധ്യത്തെ സാധിക്കുന്നത് അതിന് തന്നെയാണ് ഹേതു. ഹേതുകൊണ്ട് സാധ്യം സിദ്ധിക്കുന്നു എന്നാവും. അങ്ങനെ ഈ ഹേതുത്വം അന്വയത്തിലുമുണ്ട് വ്യതിരേകത്തിലുമുണ്ട്. അന്വയം കൊണ്ട് ബോധിപ്പിച്ചാലും വ്യതിരേകം കൊണ്ട് ബോധിപ്പിച്ചാലും പ്രകാരം ബോധിപ്പിക്കുന്ന ഏതൊരു ധർമ്മമാണോ ഹേതു തന്നെ. അങ്ങനെ രണ്ട് വിധത്തിൽ ഇതിന് ഹേതുത്വമുണ്ട്. സാധർമ്മ്യത്തെ മാത്രമോ വൈധർമ്മ്യത്തെ മാത്രമോ ആശ്രയിച്ചാണ് സാധർമ്മ്യ തുല്യഭാവോപത്തെ സർവാനിത്യത്വ പ്രസംഗസമ എന്ന് പറയുന്നത്. സർവാനിത്യസമ എന്ന് പറയുന്നത്. അപ്പൊ സർവാനിത്യത്വ പ്രസംഗം എന്നത് ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ടാണ് സാധിക്കുന്നത്. അപ്പൊ കൂടത്തിൽ പ്രമേയത്വം ധർമ്മം ഉള്ളതുകൊണ്ട് അതിലുള്ള എല്ലാ ധർമ്മങ്ങളും എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സാദൃശ്യത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ, അന്വയം മാത്രം നോക്കുന്നുള്ളൂ, വ്യതിരേകത്തെ എടുക്കുന്നില്ല. പ്രമേയത്വം തുല്യമായിട്ടുള്ളത് കൊണ്ട് കുടത്തിലെ എല്ലാ ധർമ്മങ്ങളും എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ടാകുന്നില്ല. ധർമ്മങ്ങൾക്ക് ചിലയിടത്ത് ഉപപത്തി ഉണ്ടാകും, വേറെ ചിലയിടത്ത് ഉണ്ടാവുകയില്ല എന്ന് അവിശേഷ സമജാതി എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ ധർമ്മങ്ങൾക്കും എല്ലായിടത്തും ഉപപത്തിയില്ല, എല്ലായിടത്തും യോജിക്കില്ല. എല്ലാ ധർമ്മങ്ങൾക്കും എല്ലായിടത്തും യോഗ്യതയില്ല. ചിലത് ചിലയിടത്ത് യോഗ്യം, വേറെ ചിലത് അയോഗ്യം. അതുകൊണ്ട് കുടത്തിലെ പ്രമേയത്വം എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ടെങ്കിലും ആ ത്തിലുള്ള ചില ധർമ്മങ്ങൾ ചില പദാർത്ഥങ്ങളിൽ യോഗ്യമാണ് എന്നും ചില പദാർത്ഥങ്ങളിൽ യോഗ്യമല്ല എന്നും ഇരിക്കുന്നു. അങ്ങനെ യോഗ്യമല്ലാത്തതിലും കൂടി ആ ഘടകത്തിലുള്ള ധർമ്മമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ജാതി നിരസ്യമാണ്. ഇത് നിരസിക്കപ്പെടേണ്ടതാണ്. ഇത് സ്വീകരിക്കാൻ പറ്റില്ല. ഈ ജാതി പരാജയമാണ്. ഇതിന് പക്ഷത്തെ ഖണ്ഡിക്കാൻ കഴിയില്ല.
കക്ഷി ഉന്നയിക്കുന്ന ഹേതുവിന്റെ പ്രതിഷേധം ഇതുകൊണ്ട് നടക്കുകയില്ല എന്ന് അർത്ഥം. സമയം കഴിയുന്നു.